ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് അമ്പലത്തിൽ തൊഴുന്നു മടങ്ങുന്നതിന് മുൻപ് എന്തിനു വേണ്ടിയിട്ടാണ് തീർത്ഥം സേവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അമ്പലത്തിൽ തൊഴുതു മടങ്ങുന്നതിന് മുൻപ് തീർത്ഥം വാങ്ങണമെന്നും ശേഷം പ്രസാദം സ്വീകരിക്കണമെന്നും പറയാറുണ്ട്. ദേവാംശത്തെ മന്ത്രധ്വനികളോടെ അഭിഷേകം ചെയ്തെടുക്കുന്ന ജലമാണ് തീർത്ഥമായി ഭക്തർക്ക് നൽകുന്നത്. വിശ്വാസത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും രണ്ട് ഗുണങ്ങളാണ് തീർത്ഥസേവയിൽ നിന്നും ലഭിക്കുന്നത്. ദൈവബിംബം സ്പർശം കൊണ്ടും മന്ത്രധ്യാനങ്ങൾ കൊണ്ടുമുള്ള പരിശുദ്ധിയാണ് ആദ്യത്തെ ഗുണം. രണ്ടാമത്തേതാകട്ടെ തുളസി തുടങ്ങിയ ഔഷധ സസ്യങ്ങളിൽ നിന്നും കിട്ടുന്ന മാഹാത്മ്യവും. കൈകളിൽ വലതിൻ്റെ 5 വിരലും മടക്കിയാൽ ഉണ്ടാകുന്ന കൈക്കുമ്പിളിലാണ് തീർത്ഥം വാങ്ങേണ്ടതെന്ന് വിധിയുണ്ട്. കൈക്കുമ്പിൾ അങ്ങനെ തന്നെ ഉയർത്തി കയ്യിൽ പ്രകടമായി ഉയർന്നു കാണുന്ന ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയ്ക്കുള്ള ഇടുക്കിലൂടെയാണ് തീർത്ഥം സേവിക്കേണ്ടത്. ഇത്തരത്തിൽ തീർത്ഥം സേവിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നിരവധിയാണെന്ന് പാശ്ചാത്യ ഗവേഷകർ പോലും സമ്മതിച്ചിട്ടുണ്ട്. തീർത്ഥങ്ങളിൽ ചേർക്കുന്ന തുളസി, കൂവളം, താമര, മന്ദാരം, തെച്ചി, മഞ്ഞൾ എന്നിവയുടെ ഔഷധ ഗുണങ്ങൾ പ്രധാനമായും രക്തചംക്രമണത്തെ വർദ്ധിപ്പിക്കും. കൂടാതെ രക്തത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് ശരീരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം തീർത്ഥം സേവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി വിശദീകരണമുണ്ട്. സാധാരണയായി ചുണ്ടുകൾ എച്ചിലല്ലെങ്കിലും വാക്യകം എച്ചിലാണ്. വാക്യകത്തെ നാവിൻ്റെ സംസർഗം കാരണം ചുണ്ടുകളും എച്ചിലായി മാറും. ചുണ്ടു തൊട്ടാലും കൈ കഴുകേണ്ടതുണ്ട്. അതുകൊണ്ട് ചുണ്ടുകൾ അകത്തേക്കാക്കിയിട്ട് വേണം തീർത്ഥം വലിച്ചു കുടിക്കാൻ. ഇരു ചുണ്ടുകളും തൊടാൻ ഇടവരരുത്. സേവിച്ച തീർത്ഥജലത്തിൻ്റെ ബാക്കി ഉള്ളം കയ്യിൽ ശേഷിക്കുന്നത് അത്രയും ശിരസിലും മുഖത്തും ദേഹത്തും മുഴുവനും തളിക്കണം. സേവിച്ച തീർത്ഥജലത്തിൽ നിന്നും ഒരു തുള്ളി പോലും താഴത്ത് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. താങ്ക്